അലക്സ്, ഇപ്പോൾ ആ ടയറുകൾ രണ്ടും മുകളിലേക്ക് ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ ലോറി ഉടമ മനാഫ് അവിടെയുണ്ട്. അരുൺ പൂപ്പറമ്പ എനിക്ക് തോന്നുന്നു മനാഫിന്റെ അടുത്തേക്ക് പോവുകയാണ്. കാരണം ഈ ടയർ കണ്ടു കഴിഞ്ഞാൽ അത് അർജുൻ ഓടിച്ചിരുന്ന വാഹനത്തിന്റെ അല്ലെങ്കിൽ തന്റെ ഉടമസ്ഥതയിലുള്ള വാഹനത്തിന്റെ ടയറാണോ എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ. എന്തായാലും ഈ ദൗത്യത്തിന്റെ ഈ ഒരു ഘട്ടം വിജയകരമായി പൂർത്തിയാക്കി എന്ന് വേണമല്ലോ പറയാൻ. കൃഷ്ണ, തീർച്ചയായും. അതായത് ഈശ്വർ മാൽപേ നൽകിയ സൂചന, അത് ആ സൂചന യഥാർത്ഥത്തിൽ അത് വിജയം കണ്ടിരിക്കുന്നു എന്നുള്ളത്, അത് പൂർണ്ണാർത്ഥത്തിൽ വിജയം കണ്ടിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് 2 ടയറുകൾ അദ്ദേഹം കണ്ടു, ലോറി തലകീഴായി കിടക്കുന്നതാണ് കണ്ടത് എന്ന് പറഞ്ഞു. ആ 2 ടയറുകൾ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തിക്കൊണ്ട് വന്നതാണ് നമ്മൾ കണ്ടത്. മനസ്സിലാക്കുന്നത് ഇത് ലോറിയുടെ ഏറ്റവും മുന്നിലത്തെ 2 ടയറുകൾ എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയാണ് അതിന്റെ ഒരു അത് കണ്ടിട്ട്, അതായത് പ്രാഥമികമായി അത് കണ്ടിട്ട് നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഇനി അത് സ്ഥിരീകരിക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ ലോറി ഉടമ മനാഫാണ്. മനാഫിന് തന്റെ ലോറിയെ സംബന്ധിച്ച് കൃത്യമായ ധാരണയുണ്ട്. അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞത് തന്റെ ലോറിയിലെ ഏത് ഭാഗവും കണ്ടാൽ തനിക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അങ്ങനെയെങ്കിൽ ഇത് തന്റേതാണോ, തന്റെ ലോറിയുടേതാണോ, അത് ഭാരത് ബെൻസിന്റേതാണോ എന്ന് അദ്ദേഹത്തിന് സ്ഥിരീകരിക്കാൻ കഴിയും. അദ്ദേഹം ആ ടയറുകൾ കരയിലേക്ക് എത്തിച്ച ഭാഗത്തേക്ക് മനാഫ് പോകുന്നുണ്ട്. മനാഫ് അതെത്തി പരിശോധന നടത്തിയതിനു ശേഷം അത് തന്റെ ലോറിയുടേതാണോ എന്ന് പറയും. അങ്ങനെയെങ്കിൽ ഈ താഴെ അടിത്തട്ടിൽ കണ്ടു, ഈ ഗംഗാവലിയുടെ അടിത്തട്ടിൽ 15 അടി താഴെ കണ്ടു എന്ന് പറയപ്പെടുന്ന ലോറി അത് അർജുൻ ഓടിച്ചിരുന്ന ലോറിയാണ്, മനാഫിന്റെ ലോറിയാണെന്ന സ്ഥിരീകരണം അങ്ങനെയെങ്കിൽ വരും. അതല്ല എങ്കിൽ സ്വാഭാവികമായി ഇത് മറ്റേതെങ്കിലും വാഹനത്തിന്റേതാകും. നേരത്തെ പറഞ്ഞതുപോലെ ഈ ടാങ്കറിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാഹനത്തിന്റേതാകും. എന്താണെങ്കിലും സ്ഥിരീകരിക്കേണ്ടത് മനാഫാണ്. മനാഫ് അവിടേക്ക് പോയിട്ടുണ്ട്. മനാഫ് അത് സ്ഥിരീകരിക്കും. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെയും ഇന്നും ഒക്കെയായി ഇവിടെ നിന്ന് ലഭിച്ച വസ്തുക്കൾ, അത് ലോഹ വസ്തുക്കളാകട്ടെ തടി കഷ്ണമാകട്ടെ, അതെല്ലാം തന്റെ ലോറിയുടേതാണ് എന്ന് മനാഫ് സ്ഥിരീകരിച്ചു പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത് തന്റേതാണോ എന്നുള്ള കാര്യം അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട്. അദ്ദേഹം അത് പരിശോധന നടത്തുന്നുണ്ട്. ആ ടയറുകളിൽ ഒരുപക്ഷെ ആ ടയർ ഏത് കമ്പനിയുടേതാണെന്ന് അടക്കം നോക്കി അദ്ദേഹത്തിന് ഒരുപക്ഷെ സ്ഥിരീകരിക്കാൻ സാധിക്കും. അത് മാത്രമല്ല ആ ലോറിയുടെ ഒരു പാർട്ട് കൂടി ഉണ്ട്, ആ ടയറുകളെ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ഭാഗം കൂടിയുണ്ട്. അതല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് അത് അദ്ദേഹത്തിന്റെ ലോറിയുടേതല്ല എന്നൊരു സൂചന. എന്താണെങ്കിലും അദ്ദേഹം അത് സ്ഥിരീകരിക്കും. അദ്ദേഹം അതിനുശേഷം കണ്ടതിന് ശേഷം പുറത്തു വന്ന മാധ്യമങ്ങളോട് അതിനെ സംബന്ധിച്ച് ധാരണ അല്ലെങ്കിൽ അദ്ദേഹം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ അത് അദ്ദേഹത്തിന്റെ ലോറിയുടേത് അല്ല എന്നൊരു സംശയം ഉയരുന്നുണ്ട്. എന്താണെങ്കിലും അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. നേരത്തെ നൽകിയ സൂചന അത് ഈശ്വർ മാൽപ്പയാണ് നൽകിയത്. ഏതാണ്ട് ഉച്ചയോടുകൂടി അദ്ദേഹം നടത്തിയ ഡൈവിംഗിലാണ് ഏതാണ്ട് 15 അടി താഴെ, അതായത് CP4 എന്ന് പറയുന്ന ആ പോയിന്റിൽ നിന്ന് 15 അടി താഴെ, 15 അടി അതല്ല, അത് അദ്ദേഹത്തിന്റെ ലോറിയുടേതല്ല. അത് കൃഷ്ണ പ്രധാനപ്പെട്ട വിവരം, അത് അർജുന്റെ ട്രക്കല്ല, മനാഫിന്റെ ഉടമസ്ഥതയിലുള്ള ലോറിയുടേതല്ല എന്ന് മനാഫ് തന്നെ സ്ഥിരീകരിക്കുന്നു. അവിടെ എത്തി നടത്തിയ പരിശോധനയിൽ അത് അദ്ദേഹത്തിന്റെ വാഹനത്തിന്റേതല്ല എന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വീണ്ടും അർജുന്റെ ലോറിക്കായുള്ള കാത്തിരിപ്പ് തുടരുന്നു. അർജുന്റെ ലോറിക്കായുള്ള പരിശോധന തുടരേണ്ടി വരും, ആ തിരച്ചിൽ തുടരേണ്ടി വരും. അത് അത്രയും ദുഃഖമുള്ള, അത്രയും വിഷമമുള്ള ഒരു കാത്തിരിപ്പാണ്. അത് 69 ദിവസം പിന്നിടുന്നു ഈ അപകടം ഉണ്ടായിട്ട്. അർജുന്റെ തിരോധാനത്തിൽ ഒരു നാടൊന്നാകെ, കേരളം ഒന്നാകെ വിങ്ങുകയാണ്. അത് ആ കാത്തിരിപ്പ് ഇനിയും തുടരുക എന്നുള്ളത് അത് സഹിക്കാനാവുന്ന കാര്യം പോലുമല്ല. അത് മാത്രമല്ല, ജില്ലാ ഭരണകൂടം ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം കൃഷ്ണ, ഇന്നിപ്പോൾ ഉത്തര കന്നഡ കളക്ടർ നമ്മളോട് വ്യക്തമാക്കിയത്, ഈ തിരച്ചിലിന്റെ ഈ ദൗത്യത്തിന്റെ ഏറ്റവും അന്തിമ ഘട്ടമാണ് ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള മണ്ണ് നീക്കം ചെയ്യലും തിരച്ചിലും പരിശോധനയും എന്നാണ്. ഇതിൽ സൂചന ലഭിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ സൂചനകളൊന്നും ലഭിച്ചില്ല എങ്കിൽ വിഫലമായി പോകും ഈ ശ്രമങ്ങൾ എന്നുള്ളതാണ്. നിലവിൽ ഈ കണ്ടെത്തിയ ഭാഗം, ലോറിയുടെ ഭാഗം തന്റേതല്ല എന്നാണ് കൈവീശി കാണിച്ചത്. അവിടെ നിന്ന് മനാഫ് കൈവീശി കാണിച്ചത് അങ്ങനെയാണ്. അദ്ദേഹം അതിനുശേഷം ഇവിടെ വന്ന് മാധ്യമങ്ങളോട് അതിനെ സംബന്ധിച്ച് പ്രതികരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായി നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആ ടാങ്കറിന്റേതാകാൻ സാധ്യതയുണ്ട്. ടാങ്കറിന്റെ ഭാഗങ്ങൾ ചിന്നിച്ചിതറിയിട്ടുണ്ട്. ടാങ്കറിന്റെ ഈ സിലിണ്ടർ ഭാഗം അത് ഇവിടെ നിന്ന് ഇളകിത്തെറിച്ച കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്നാണ് ആ ടാങ്കറിന്റെ സിലിണ്ടർ ഭാഗം ലഭിച്ചത്. മനാഫ് നേരത്തെ പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തെ ഈ ലഭിച്ച ഭാഗങ്ങളിൽ, അതായത് ഇന്നലെയും ഇന്നും ഒക്കെയായി ലഭിച്ച ലോഹ ഭാഗങ്ങളിൽ അദ്ദേഹത്തിന്റെ ലോറിയുടെ ക്യാബിൻ ഭാഗത്തിനകത്ത് നിന്നൊന്നും ഉണ്ടായില്ല. അതായത് ക്യാബിൻ തകർന്നിട്ടുണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ വിശ്വാസമാണ്, അദ്ദേഹത്തിന്റെ അനുമാനമാണ്. അതൊക്കെ പരിശോധന നടത്തി കണ്ടെത്തേണ്ടതുണ്ട്. പക്ഷേ ഈ നിലവിൽ കണ്ടെത്തിയ ഈ 2 ടയറുകളും, ഒരു ടയറിന്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ട്രക്കിന്റേതല്ല, അദ്ദേഹത്തിന്റെ ലോറിയുടേതല്ല എന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഈ സമയത്ത് ഇന്ന് ഇത്രയും സമയം നീണ്ട നിർണായകമായ തിരച്ചിൽ, ആ നിർണായകമായ തിരച്ചിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡുകളിൽ ഒന്നായിരുന്നു ഈ അർജുൻ, ഈ ഈശ്വർ മാൽപേ ഈ ഗംഗാവലിയുടെ അടിത്തട്ടിൽ ഈ ടയറുകളും തലകീഴായി കിടക്കുന്ന ലോറിയും കണ്ടെത്തിയത്. വലിയ പ്രതീക്ഷ ഈ ഉദ്യോഗസ്ഥരും അതുപോലെ MLA-മാരും ഒക്കെ വെച്ച് പുലർത്തിയിരുന്നു. അത് അർജുന്റേതാകാൻ സാധ്യതയുണ്ട്, ഈ ട്രക്ക് അർജുന്റേതാകാൻ സാധ്യതയുണ്ട്, 90% അത് അങ്ങനെ തന്നെയാണ് സാധ്യതയെന്ന് അവർ പ്രതീക്ഷ വെച്ചിരുന്നു. ആ പ്രതീക്ഷ വിഫലമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഒരുപക്ഷെ ഈ ടയറിനടുത്താണ് ആ ലോറി തലകീഴായി ഉണ്ടായിരുന്നത്. അങ്ങനെയെങ്കിൽ അത്
അർജുന്റെ ട്രക്കാകാൻ സാധ്യത തീരെ കുറവാണ് എന്നുള്ളത് വേണം അനുമാനിക്കാൻ. അത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥർ ഔദ്യോഗികമായി വിശദീകരിക്കും. നിലവിൽ ഉയർത്തിയ ഈ ടയർ അത് അർജുന്റെ ട്രക്കിന്റേതല്ല എന്ന് മനാഫ് സ്ഥിരീകരിക്കുന്നു. അതായത് മനാഫിന്റെ ഉടമസ്ഥതയിലുള്ള വാഹനമല്ല എന്ന് മനാഫ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. മനാഫ് മുകളിലേക്ക് കയറി വരുന്നുണ്ട്. അവിടെ നിന്ന് ഏതാണ്ട് 30 മീറ്റർ മാറിയാണ് അദ്ദേഹം അല്ല അത് അദ്ദേഹം വീണ്ടും നമ്മളോട് സ്ഥിരീകരിച്ചിട്ടുണ്ട് ക്രിസ്റ്റീന. അത് അദ്ദേഹത്തിന്റെ വാഹനമല്ല എന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം ഈ സമയം തേടാം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ಲೋರಿಯಾಣೋ ಅದು ಯಾವ ಬೇರೆ ಯಾವ್ದೋ ಗಾಡಿ ಯಾರ್ದಂತ ಲೋರಿಯಾಣೋ ಏನು ಅದು ಹೊಡೆದೋಗಿದೆ ಅದು ಮತ್ತೆ ಬೇರೆ ಯಾವ ಅನ್ನೋದಾಗಿರ್ಬೋದು ಟ್ಯಾಂಕರ್ ಆಗಿರ್ಬೋದು ಗೊತ್ತಿಲ್ಲ. ಕಂಡತ್ತೆ ಟೈರ್ ಕಂಡತ್ತೆ ಟೈರ್ നമ്മളെ ലോറി ഇല്ല അറിയില്ല ഏതോ ഒരു ലോറിന്റെതാ നമ്മളെ ട്രക്കല്ല വേറെ ഏതോ ട്രക്കാ. അപ്പൊ ഈ അടിയിൽ കണ്ട തലകീഴായി കിടക്കുന്നു എന്ന് പറയുന്ന ലോറിയും ആ ട്രക്കാകാൻ സാധ്യതയില്ല. അങ്ങനെ ട്രക്കാകാൻ സാധ്യതയില്ല. അതറിയില്ല ഇത് നമ്മളതല്ല. അറിയില്ല നമ്മളതല്ല. അതിന് പരിശോധന നടത്തേണ്ടതുണ്ട്. ഈ ഒരാവശ്യമില്ല. ഇത് നമ്മളതല്ല. അത് പഴയ വണ്ടിയാ. ബ്ലാക്ക് കളറാണ് ഞങ്ങളത്. ഫ്രണ്ട് വീല് ഇത് ഫ്രണ്ട് വീലല്ലേ? ആ ഫ്രണ്ട് വീൽ. അത് നിങ്ങളുടെ ബ്ലാക്ക് കളറാണ്. ബ്ലാക്ക് കളറാ. റെഡാണ്. ഇത് പഴയ വണ്ടിയാ. എന്താ അറിയില്ല. ഏത് ലോറി ആയാലും ഇത് പഴയ ഒരു ലോറിയാ. ഉറപ്പാ. അത്തരത്തിൽ സ്ഥിരീകരിച്ചിരിക്കുന്നു മനാഫ്. അത് തന്റെ ലോറിയല്ല എന്ന് മനാഫ് സ്ഥിരീകരിക്കുന്നുണ്ട് ക്രിസ്റ്റീന. അത് പഴയൊരു ലോറിയുടേതാണ്. ഫ്രണ്ട് വീലിന്റെ ഭാഗമാണ് കണ്ടെത്തിയിട്ടുള്ളത്. തന്റെ വണ്ടിയുടെ ഫ്രണ്ട് വീലിന്റെ ഭാഗം അത് കറുത്ത നിറത്തിലാണ് ആ ഭാഗം വരുന്നതെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ആ രണ്ട് ടയറുകളും ആ കണ്ടെത്തിയ ഭാഗവും തന്റെ ട്രക്കിന്റേതല്ല എന്ന് 24 സ്ഥിരീകരിച്ചിരിക്കുന്നു മനാഫ് എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ വാഹനത്തിന് വേണ്ടി ഇനിയും കാത്തിരിപ്പ് തുടരണം എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ദൗത്യം ഇനി തുടരുമോ എന്നുള്ള കാര്യം നമുക്ക് അത് നോക്കിക്കാണേണ്ടതുണ്ട്. അത് ഉദ്യോഗസ്ഥർ വേണം അത് സംബന്ധിച്ച് മറുപടി നൽകാൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് നിർണായകമായ ഒരു ദിനമായിരുന്നു ക്രിസ്റ്റീന. അത്തരത്തിൽ വലിയ പ്രതീക്ഷ എല്ലാവരും വെച്ച് പുലർത്തിയിരുന്നു. ഈ വാഹനം അത് അർജുന്റേതാണ് എന്നൊരു വിശ്വാസം അത് ജനപ്രതിനിധികൾക്കടക്കം ഉണ്ടായിരുന്നു, ഉദ്യോഗസ്ഥരടക്കം ഉണ്ടായിരുന്നു. അതവർ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അത് അങ്ങനെ അല്ല എന്നത് ഈ സമയം അറിയുന്നു. ഏതാണ്ട് 5 മണിയോട് അടുക്കുമ്പോൾ ദൗത്യം ഇന്ന് 5 മണിയോട് അടുക്കുമ്പോൾ വൈകുന്നേരം 5 മണിയോട് അടുത്തെത്തുമ്പോൾ അത് അർജുന്റെ ലോറി അല്ല എന്ന ഒരു വിവരമാണ് ഈ ഘട്ടത്തിൽ വരുന്നത് എന്നുള്ളതാണ്. ഇന്നിനി ഈ ഡ്രഡ്ജ് ഇത് താഴേക്ക് ഇറങ്ങുന്നുണ്ടോ? അതിനെ സംബന്ധിച്ച് അറിയോ? ഇന്നിനി അത് ഇറങ്ങുന്നുണ്ട്. ഇവിടെ വന്നിട്ട് അത് ഡ്രഡ്ജ് അതുകൂടി പൊന്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അല്ലേ? അത് താഴെ കണ്ടെത്തി എന്ന് പറഞ്ഞ ലോറി അപ്പൊ അതിന്റെ ഭാഗമാണ് എടുത്ത് പൊന്തിച്ചത്. ഇത് ഞങ്ങളതെല്ലാന്ന് കൺഫേം കൊടുത്തിരിക്കണം. ഇനി ബാക്കി എടുക്കോ ഇല്ലേ എന്നുള്ളത് പിന്നെ ഇതിന് വേറൊരു ഓണറും ക്ലെയിം ചെയ്ത് വന്നിട്ടില്ല. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ മാത്രമേ ലോറി ഓണറായിട്ട് ഇവിടെ ക്ലെയിം ചെയ്തിട്ടുള്ളൂ, അപകടം ക്ലെയിം ചെയ്തിട്ടുള്ളൂ. വേറുള്ള ആളുകൾ ഇത് എന്തുകൊണ്ട് ക്ലെയിം ചെയ്തില്ല എന്നുള്ളതൊക്കെ ഇനി അന്വേഷിക്കണം. നമുക്ക് എന്തായാലും നമ്മളെ വണ്ടി നമ്മളെ ഡ്രൈവറും ഒക്കെ എന്തായി എന്നുള്ളതിന് ഉത്തരം വേണം. മറ്റുള്ളവർക്കുള്ള എനിക്കറിയാം. നമ്മൾ വലിയ പ്രതീക്ഷയിലായിരുന്നു. ഈ സമയം അതിന് ഉത്തരവില്ല. ഇതുവരെ ഉത്തരവില്ല. അത് മാത്രമല്ല ഇത് ഇവിടെ ഇപ്പൊ ഈ കിട്ടുന്ന വണ്ടികളുടെ ഓണർ എവിടെയെന്നുള്ളതും അന്വേഷിക്കേണ്ട വിഷയം തന്നെയാണ്. ഇനി അടുത്തിവിടെ പരിശോധന ഇനി ഏതൊക്കെ ഭാഗം ഉണ്ടെന്നുള്ള കൃഷ്ണ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ വാഹനമല്ല. അദ്ദേഹത്തിന്റെ വാഹനത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ള ഉത്തരം ഇനിയും കിട്ടേണ്ടതുണ്ട് എന്ന് അദ്ദേഹം അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം അദ്ദേഹം 24 വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാഹനമല്ല, ഇതൊരു പഴയ വാഹനത്തിന്റേതാണ്. പക്ഷേ ഈ അപകടത്തിന് ശേഷം മറ്റു ലോറി ഡ്രൈവർമാരൊന്നും അവരുടെ വാഹനം നഷ്ടപ്പെട്ടതായി ഒരു ക്ലെയിം നടത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ലോറി ഇപ്പോൾ ഈ ലഭിച്ച ടയറുകൾ ഏത് വാഹനത്തിന്റേതാണ് എന്ന് മനസ്സിലാകേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത് വ്യക്തമാകേണ്ടതുണ്ട്, അത് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ ഈ ദൗത്യം, അതായത് ഈ ഡ്രഡ്ജർ തൊട്ടിപ്പുറത്ത് 30 മീറ്റർ താഴെ ഈശ്വർ മാൽപെ കണ്ടെത്തിയ അല്ലെങ്കിൽ രണ്ടാമത് ഡൈവ് ചെയ്ത് കണ്ട ആ സ്ഥലത്തേക്ക് ആ ഡ്രഡ്ജർ നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെ ആ ക്രെയിൻ എത്തിക്കും എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയാണ് മനാഫ് പറഞ്ഞത്. അതുകൂടി ഉയർത്തുന്നതിനുള്ള ശ്രമം നടത്തും എന്നുള്ളതാണ്. വലിയ പ്രതീക്ഷയിലായിരുന്നു. നേരത്തെ ഈ CP4 പോയിന്റ് എന്ന് പറയുന്ന ഇടത്തു നിന്ന് ഏതാണ്ട് 60 മീറ്റർ അകലെ ഈ ലോറി അത് മനാഫിന്റേതാണ് എന്ന്, അതായത് അർജുൻ ഓടിച്ചിരുന്ന വാഹനമാണ് എന്ന പ്രതീക്ഷ അതെല്ലാവർക്കും ഉണ്ടായിരുന്നു.
അത് മനാഫ് അടക്കം നേരത്തെ പങ്കുവച്ചിരുന്നതാണ്. മാത്രമല്ല അർജുന്റെ കുടുംബാംഗങ്ങളടക്കം ഇവിടെ ഉണ്ട്. അവരും അതങ്ങനെ ഒരു സൂചന ലഭിക്കുമെന്ന് അവരും പ്രതീക്ഷ വെച്ചിരുന്നു. അവരിപ്പോഴും ഇവിടെ തുടരുന്നുണ്ട്. മനാഫ് അത് സ്ഥിരീകരിച്ച് പറയുമ്പോൾ അത് വേദനയാണ്, അത് കൃത്യമായ വേദനയാണ് ക്രിസ്റ്റീന. അവർക്കടക്കം അത് വിഷമമാണ്. അവർ വലിയ പ്രതീക്ഷയിൽ 69 ദിവസം തങ്ങളുടെ പ്രിയപ്പെട്ടവനെ നോക്കിയിരിക്കുകയാണ്, കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇനിയും ഒരു സൂചന ലഭിച്ചില്ല എന്നുള്ളത് അത് ദുഃഖകരമായ കാര്യം തന്നെയാണ്. അത് ഇനിയും ആ പരിശോധന തന്റെ വാഹനത്തെ സംബന്ധിച്ച്, തന്റെ വാഹനത്തിന് എന്ത് സംഭവിച്ചു എന്ന് ഇനിയും അധികൃതർക്ക് കണ്ടെത്താനായില്ല എന്നാണ് അദ്ദേഹം വൈകാരികമായി പ്രതികരിച്ചത്. എന്താണെങ്കിലും തൊട്ടടുത്ത ഇടത്തേക്ക് ഈ ഡ്രഡ്ജർ പൊസിഷൻ ചെയ്യുന്നു. നേരത്തെ കണ്ടെത്തിയ, നേരത്തെ നങ്കൂരമിട്ട്, നേരത്തെ ആ ഇരുമ്പുവടം താഴ്ത്തി, ആ ഇരുമ്പുവടത്തിൽ ഘടിപ്പിച്ച ആ ഹുക്ക് കൊണ്ട് ഉയർത്തിയ ആ ടയറുകൾ ഉണ്ടായിരുന്ന ഇടത്തു നിന്ന് ഏതാണ്ട് 30 മീറ്റർ താഴെയായി മറ്റൊരു വാഹനത്തിന്റെ അവശിഷ്ടങ്ങൾ അത് കണ്ടു എന്ന് പറഞ്ഞത് ഈശ്വർ മാൽപ്പയാണ്. ആ ഭാഗത്തേക്ക് ആ ഡ്രഡ്ജർ അടുപ്പിക്കുന്നു, ആ ക്രെയിൻ അടുപ്പിക്കുന്നു. അവിടെ നിന്നും ആ വാഹനം ഉയർത്തുന്നുള്ള ഒരു ശ്രമം നടത്തും. ഇനി അങ്ങനെയാണെങ്കിൽ ആ വാഹനം ഒരു ക്യാബിന്റെ ഭാഗമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, ഒരു സ്റ്റിയറിംഗിന്റെ ഭാഗവും ഒപ്പം ഒരു ക്ലച്ചിന്റെ ഒക്കെ ഭാഗമാണ് ആ പ്രദേശത്ത് ഉണ്ടായിരുന്നത്, അടിത്തട്ടിൽ ഉണ്ടായിരുന്നത്. അങ്ങനെയെങ്കിൽ അത് ഏതാണ് എന്നുള്ളത് ഉയർത്തിയുള്ള പരിശോധനയിൽ വ്യക്തമാകും. നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം തലകീഴായ ഒരു ലോറി ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു. അതൊരു പഴയ ലോറിയാണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ആരുടെയെങ്കിലും ലോറി നഷ്ടപ്പെട്ട കാര്യം ഇതുവരെ ആരും ക്ലെയിം ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ അപകട സമയത്ത് ഈ ടാങ്കറും ട്രക്കും കൂടാതെ മറ്റേതെങ്കിലും ലോറി സ്വാഭാവികമായി ഈ പ്രദേശത്ത് കൂടി തടിയും മറ്റുമൊക്കെ കയറ്റി പഴയ ലോറികൾ പാസ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. അതിനൊരുപാട് സാധ്യത കൂടുതലാണ്. പക്ഷേ ഇനിയും ഒരു ക്ലെയിം ഉയർന്നിട്ടില്ല. ജില്ലാ ഭരണകൂടത്തിന് അങ്ങനെ ഒരു വിവരവും ഇനിയും ലഭിച്ചിട്ടില്ല. അത് ഇനി ലഭിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ഉയർത്തിയ അവശിഷ്ടം കൊണ്ട്, ഈ 2 ടയറുകൾ കൊണ്ട് വ്യക്തമാകുന്നത്. ഇപ്പോൾ ഇതിന് താഴേക്കുള്ള മേഖലയിലേക്ക് ആ ഡ്രഡ്ജർ നങ്കൂരമിട്ട് 69 ദിവസങ്ങൾക്ക് ശേഷം ശിരൂരിൽ നടത്തിയ തെരച്ചിലിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചിരുന്നു. ടയറുകൾ ഇപ്പോൾ കണ്ടെടുത്തിട്ടുണ്ട്. പക്ഷെ അത് അർജുൻ ഓടിച്ച ലോറിയുടേതല്ല എന്ന് ഉടമ മനാഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷെ ആരോ ഓടിച്ച ഒരു വാഹനത്തിൻ്റെതാണ്. അത് ആരായിരുന്നു ഓടിച്ചിരുന്നത്, ആ വ്യക്തിയെയും കാണാതായിട്ടുണ്ടാകാം. ഈ വിവരങ്ങളെല്ലാം നമുക്ക് ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ അർജുന്റെ ട്രക്ക് കണ്ടെത്താനുള്ള ആ ഒരു ദൗത്യം വീണ്ടും പുരോഗമിക്കുകയും ചെയ്യും. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്.